നിഖിൽ, എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ നാടകത്തിന്റെ അർത്ഥം? നാടകോ? എവിടെ? ഈ വീട്ടില്. സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ നീ തന്നെയാണല്ലോ. പ്രധാന നടനും നീ തന്നെയാ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ സന്ധ്യ മുതൽ. നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിലൊരു അസ്വസ്ഥത, ഒരു ചുറ്റിക്കളിയും പരിങ്ങലും, ഒടുവിലൊരു ചീട്ടുകളിയും. നാടകം അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താണ്? മധുരമില്ല, ടേസ്റ്റുമില്ല, ഇതാണോ കാപ്പി? ഏയ്, എനിക്ക് മറുപടി തന്നിട്ട് നീ പോയാ മതി. നീ ചുമ്മാ ഓരോന്ന് സങ്കല്പിച്ച് കൂടിയിട്ടെ അതിനൊക്കെ മറുപടി പറയാതിരിക്കുകയല്ല ഞാൻ. ഇന്നലെ രാത്രിയില് ഞാൻ പച്ച ഷർട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിടണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞതിൽ വിഷമം തോന്നിയോ? വിഷമം തോന്നിയെങ്കിൽ സത്യം പറയാം, വിഷമം തോന്നിയില്ല. മനസ്സിലുള്ളത് തുറന്നു പറയാൻ തോന്നിയില്ലേ? അതിനൊരു അഭിനന്ദനം തരികയാണ്. മരിച്ചവരെ ഓർക്കുന്നത് പലരും സാധാരണ വർഷത്തിലൊരിക്കൽ മാത്രമാണ്. കർക്കിടക വാവിന്റെ ദിവസം അന്ന് ബലിയിടുമ്പോ മരിച്ചുപോയ ഉറ്റവരെ ഓർക്കും. ശ്രാദ്ധം മൂട്ടിക്കഴിഞ്ഞ് വീണ്ടും മറക്കും. അതുപോലെ ചില വീട്ടുകാര് 1-ാം ചരമവാർഷികത്തിനും 2-ാം ചരമവാർഷികത്തിനും പരേതാത്മാവിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കും. വർഷങ്ങൾ കഴിയുമ്പോ അത് നിന്നുപോകും. ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കുന്ന ഫോട്ടോയുടെ കാര്യവും മറിച്ചല്ല. വീടിന്റെ അടുത്ത റീപെയിന്റിംഗ് സമയത്ത് ആ ഫോട്ടോ സ്റ്റോർ റൂമിലേക്ക് മാറ്റും. പിന്നെ അതിന്റെ സ്ഥാനം അവിടെയാ. എന്നാ മൺമറഞ്ഞു പോയി 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരാളുടെ ഷർട്ടിന്റെ ഇഷ്ടനിറം പോലും മീര ഓർത്തിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ കാണുമ്പോ എനിക്ക് തന്നോടുള്ള മതിപ്പ് കൂടുകയാണ് മീര. മറക്കാൻ ശ്രമിച്ചാലും പഴയതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. മറക്കാൻ ശ്രമിക്കാനോ? എന്തിന്? ഹലോ മോനെ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ചിറ്റപ്പ. നീ രാവിലെ എണീറ്റോ അതോ ഉറക്കത്തിലാണോ? അയ്യോ സോറി, ഉണർന്നോണ്ടാണല്ലോ ഫോൺ എടുത്തത് അല്ലേ? അല്ല, രാവിലെ എന്താ വിളിച്ചേ? ദേവി പറഞ്ഞു നിഖിലിനെ ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ വിളിച്ചു. കാര്യം എന്താ? അതവള് പറഞ്ഞില്ല. മോനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിക്കുകയായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവാ. കഥ അറിയാത്തൊരു വിളിക്കാര് സാമ്പാർ അടുപ്പത്ത് കിടക്കുന്നു, ചെന്ന് നോക്ക്. ഇന്നലെ രാത്രിയിലെ നമ്മുടെ പദ്ധതി എന്തായി മോനെ? പദ്ധതിയോ? അതും ഏറ്റില്ല കുഞ്ഞമ്മേ. ഏറ്റില്ലേ? ആ, ഷോ എന്തു പറ്റി? ആ ചൊറിയമ്പൊടി രാജപ്പന്റെ ഷർട്ടി വിതറാൻ മറന്നുപോയോ? ഓ, ഞാൻ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തു. പക്ഷേ കക്ഷി ആ ഡ്രസ്സെല്ലാം മേല് കഴുകിയിട്ടിട്ടത്. വൃത്തികെട്ടവൻ. നിഖിലേ, ഇനി രാജപ്പന് വല്ല സംശയവും തോന്നിയിട്ടാണോ ചൊറിയമ്പൊടിയുള്ള ഉടുപ്പിടാഞ്ഞത്? ഏയ് അല്ലല്ല, ആർക്കും ഒരു ഡൗട്ടും തോന്നാത്ത വിധത്തിലാണ് ഞാനത് ഓപ്പറേറ്റ് ചെയ്തത്. എന്തായാലും സംഗതി അലമ്പായില്ലേ? പക്ഷേ ഞാൻ അടുത്ത ബുദ്ധി ഉപയോഗിച്ചു. മൂപ്പരെ ബെഡ്റൂമിൽ നിറക്കാനായി ചീട്ട് കളിച്ചാലോ എന്ന് ചോദിച്ചു. പുള്ളി സമ്മതിച്ചു. പിന്നെ ഹാളിൽ ചീട്ട് കളിയായിരുന്നു. ഉണ്ണിത്താൻ വഴക്ക് പറഞ്ഞില്ലേ? എവിടെ, മുത്തശ്ശനും കൂടി ഞങ്ങളുടെ കൂടെ. മീരയുടെയും രാജയുടെയും ഇന്നലത്തെ ആദ്യ രാത്രി മുടങ്ങിയല്ലോ. അത് മുടങ്ങിയല്ലോ, അത്ര അറിഞ്ഞാ മതി. പക്ഷേ ഞാൻ ചീട്ട് കളിച്ചങ്ങ് ഉറങ്ങിപ്പോയി. ആ, അത് സാരമില്ല. അതെ, ഈ പാലും പൊടിയൊന്നും അല്ലാതെ കുറെ കൂടി വർക്കൗട്ട് ആവുന്ന വേറെ പരിപാടിയൊന്നുമില്ലേ? നിഖിലും ആലോചിക്ക്. ആവശ്യം എന്റേത് മാത്രമല്ലല്ലോ. എന്ത് ചെയ്തിട്ടായാലും അവർക്ക് ഇപ്പൊ കൊച്ചുങ്ങൾ ഉണ്ടാവരുത്. അതാ നമ്മുടെ ലക്ഷ്യം. ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ. അത് തോന്നലും കള്ളക്കഥയൊന്നുമല്ല. കാറ് പിന്നാലെ ഉണ്ടെന്ന് കണ്ടത് അമ്മയാണ്. അമ്മ പറഞ്ഞിട്ടാ അരവിന്ദ് സാർ വിവരം അറിയുന്നത്. അതൊക്കെ പോട്ടെ,
നിഖിലിന് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ആര്? വിമലെ. എന്നെയോ? നിഖിൽ എന്തായി പറയുന്നത്? ഈ ഫ്ലാറ്റിനകത്ത് നിന്ന് ഇറങ്ങാത്ത ഞാൻ എങ്ങനെയാ കാറ് സംഘടിപ്പിച്ച്? അരവിന്ദ് സാറിനെ തട്ടിക്കൊണ്ടുപോയ സമയത്തും ഈ ഫ്ലാറ്റിനകത്ത് തന്നെ ആയിരുന്നില്ലേ? അത് പക്ഷെ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത പരിപാടിയല്ലേ. നിഖിലും ഉണ്ടായിരുന്നു മുന്നില്. ഇപ്പോ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കിയോന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശം കാണും. ഇതൊക്കെ നിഖിലിന് വെറുതെ തോന്നുന്നതാ. നിഖിൽ അറിയാത്ത ഒരാലോചനയും നടക്കുന്നില്ല. ഒരു കാര്യത്തിന് ഒത്തു നിന്നിട്ട് അങ്ങനെ ഒരു ചീറ്റിംഗ് നടത്തുമോ ഞങ്ങള്? പ്രത്യേകിച്ച് ഞാൻ. അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഇന്നത്തെ സംഭവത്തെ കുറിച്ചാണ്. അരവിന്ദ് രാജയെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൻ തയ്യാറാവും. അതാണ് പ്രശ്നം. രാജയെ ഞാൻ ടാർഗറ്റ് ചെയ്തതാണ്. മീരയെ ഞാനും. ഇനിയുള്ള നീക്കങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മളറിയാതെ നിഖിൽ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാഷേ, അവരെ പിന്തുടർന്ന കാറ് എങ്ങോട്ടാ മാറ്റിയത്? അത് ജില്ല വിട്ട് പോയി കഴിഞ്ഞു. കാർ ഏർപ്പാടാക്കിയവർ തന്നെ അത് എത്തേണ്ടിടത്ത് എത്തിച്ചു. നിഖില് മുന്നറിയിപ്പ് തന്ന കാര്യം നമ്മുടെ ടീമിലെ അടുത്ത ആളിനെ കൂടെ അറിയിക്കണ്ടേ? അറിയിക്കണം. ഒരു കൂടിക്കാഴ്ച വെക്കാം. ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ബോറടിച്ചിട്ട് വയ്യടാ. ഞാനും സെയിം അവസ്ഥയിലാ. നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇന്ന് വായി നോക്കി ഇരിക്കാൻ ഓഫീസിലെ സുന്ദരി കുട്ടികളാരും വന്നില്ലേ? ഒന്ന് പോടി. പോടാ. ഇന്ന് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നു. വീട്ടിലിരുന്നിട്ട് മുത്തശ്ശനെയൊക്കെ നോക്കിക്കൊണ്ട്. മുത്തശ്ശനെ നോക്കിയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച്. സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കൊച്ചു വർത്താനമൊക്കെ കൊച്ചു വർത്താനവും പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ നിന്നെടുത്ത് താഴേക്ക് ചാടണം. ഉള്ളിലിരിപ്പ് പിടി കിട്ടി മോനെ. നീള 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 അടുത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലേ എനിക്കൊരു മുത്തുകൗത. അയ്യാടാ, നീ മര്യാദക്കിരുന്ന് ജോലി ചെയ്താൽ മതി കേട്ടോ. ഒരെണ്ണം പ്ലീസ്. ഫോൺ വെക്കണം. ആകെ 20 ലക്ഷമാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോ അതിലൊരു പോർഷൻ കൊടുത്താൽ മതി. കൃത്യമായ തുക ഞാൻ മേഡത്തിനോട് ചോദിച്ചില്ല. ചോദിച്ചാ 10 ലക്ഷമെന്നോ മറ്റോ പറഞ്ഞ നമ്മൾ കുടുങ്ങിപ്പോവുമല്ലോ. അതുകൊണ്ട് കിട്ടുന്നത്ര പണം അടച്ചിട്ട് ബാക്കി തുകയ്ക്ക് ടൈം ചോദിക്കാന്നാ വിചാരിക്കുന്നത്. ഞാനൊരു വഴി പറയാം. മോന്റെ ഓഫീസിലെ മാഡം ഇല്ലേ ജൂലി, അവരെ കാണുക. കൈമടക്കായി ശകലം പൈസ കൊടുക്കുക. എന്നിട്ട് അടയ്ക്കേണ്ട കാശിന്റെ കാര്യത്തില് ഒന്ന് കണ്ണടയ്ക്കണമെന്ന് പറയുക. ജൂലി മേഡം അല്ല കുഞ്ഞമ്മേ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. മുംബൈ ഓഫീസാ. അല്ലെങ്കിലും ആരെങ്കിലും സ്വാധീനിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. കോർപ്പറേറ്റ് കമ്പനിയല്ലേ. നമുക്ക് ഭൂപണയ ബാങ്കിൽ ഒന്ന് സമീപിച്ചാലോ ദേവി? ഭൂപണയ ഭൂപണയ ബാങ്കിന്റെ മാക്സിമം നമ്മൾ പൈസ എടുത്തതല്ലേ? ആണോ? ഇൻസ്റ്റാൾമെന്റായി കുറച്ച് കാശെങ്കിലും അടച്ചില്ലെങ്കിൽ പ്രശ്നമാവും. കുഞ്ഞമ്മ പറയുമ്പോ കുറ്റപ്പെടുത്താൻ തോന്നരുത്. നിഖിലിന്റെ ഉപേക്ഷ കാരണമാ. അല്ലെങ്കിൽ 20 ലക്ഷമല്ല 40 ലക്ഷം രൂപ പുഷ്പം പോലെ എടുക്കാൻ മോന്റെ കയ്യിൽ കാണുവാൻ. അതെ, അടുത്ത കൂട്ടുകാർക്കൊരു പ്രശ്നം വരുമ്പോ സ്വാഭാവികമായും നമുക്കും ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും വീട്ടിലേക്ക് കൊണ്ടുവരാത്ത ആളാണേ. ബർത്ത്ഡേയോ സ്ഥലം മാറ്റോ പ്രമോഷനോ അങ്ങനെ ഒരു വിവരവും നീ ഇവിടെ അങ്ങനെ പറയാറുമില്ല. അതൊരു നല്ല ലക്ഷണമായിട്ടാ ഞാൻ കാണുന്നത്. ഓഫീസിലെയും വീട്ടിലെയും വിഷയങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നതിൽ ഒരർത്ഥവുമില്ല.
എന്നിട്ടിപ്പം അനിഖില് വല്ലാതെ വെറീഡായിരിക്കുക. അപ്പം വിഷയം അത്രമാത്രം സീരിയസ് ആയിരിക്കുമല്ലോ. കൂട്ടുകാരന്റെ പ്രശ്നം എന്താണെന്നറിഞ്ഞാൽ ചിലപ്പോ എനിക്കെന്തേലും അഭിപ്രായം പറയാലോ. പൊട്ടത്തരമായിരിക്കും, എന്നാലും ചിലപ്പോ അതിന് വേറെന്തേലും ഐഡിയ കിട്ടിയാലോ. സാമ്പത്തിക പ്രശ്നം വല്ലതുമാണോ? അതെ, അത്യാവശ്യമായി അവനൊരു 20 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നീ ഉണ്ടാക്കി തരുമോ? ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ നിഖിൽ? നീ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടാ അതിന്റെ കാരണം ചോദിക്കാൻ എനിക്ക് അവകാശമില്ലേ? നിന്റെ ഭാര്യയല്ലേ ഞാൻ. ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണോ? അത്ര ഉത്തരവാദിത്തമുള്ള ഭാര്യയാണെങ്കിൽ നീ എനിക്കൊരു കുഞ്ഞിനെതാ. അതാണ് ഒരു വൈഫിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതിനിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ നിനക്ക്. എന്നിട്ടാ കൂട്ടുകാരന്റെ പ്രശ്നം പരിഹരിക്കാൻ നടക്കുന്നത്. പെട്ടെന്നുണ്ടായ ദേഷ്യം കാരണമായിരിക്കും. എന്നാലും മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ലേ പറയൂ. ഇനിയും നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത വെറും ഒരു ഭാര്യ. മതി നിള, നിന്റെ കുഴപ്പമൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. വിശ്വസിക്കേ, കുട്ടികൾ കുറച്ചു കഴിഞ്ഞ് മതിയെന്ന് നമ്മൾ രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണ്. നമ്മൾ തന്നെ ആ തീരുമാനം മാറ്റുകയും ചെയ്തു. ഇനി വൈകാതെ അതിന് റിസൾട്ട് ഉണ്ടാവും. നീ വന്നതിൽ പിന്നെ ഇവിടെ ഒരു കുട്ടിയുടെ പ്രസൻസ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. മുത്തശ്ശന്റെ ശാസനയും അമ്മയുടെ നെടുവീർപ്പ് മാത്രമായിരുന്നു അതുവരെ. മുത്തശ്ശനല്ലാതെ ആരും ഇവിടെ ഉറക്കെ സംസാരിച്ചിരുന്നില്ല. നീ അതിനൊരു മാറ്റം വരുത്തി. ഒരു കിലുക്കാൻ പറ്റിയ പോലെ എല്ലാം ലൈവാക്കി. ക്രമേണ അതൊക്കെ മുത്തശ്ശനും ആസ്വദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ കുട്ടിയാ. നീയാ ഈ വീട്ടിലെ ആദ്യത്തെ കുട്ടി. ഇനി എന്തെങ്കിലും മിണ്ടിക്കൂടെ? ഞാൻ ഇത്രയും സംസാരിച്ചില്ലേ? നീള, എന്നാലേ എന്നോട് പറ. ഐ ലവ് യു എന്നാണോ? അല്ല, എന്തിനാണ് നീ മൂഡ് ഓഫ് ആയിരുന്നെന്ന്. ഏത് കൂട്ടുകാരനാ പ്രശ്നമൊന്നും. നീളെ, സമയാവട്ടെ, ഞാനെല്ലാം പറയാം. ആയിക്കോട്ടെ, പക്ഷേ മുഴുവൻ ആവശ്യങ്ങൾക്കുള്ള പണം ഒരാളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ വേണോ എടുക്കാൻ? ഷെയർ ചെയ്യണം. അപ്പോ ഓരോരുത്തർക്കും ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. അതില് കുറച്ചിലും തോന്നേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനും മീരയും നോക്കുന്നു. KSEB, വാട്ടർ, അങ്ങനെയുള്ള ബില്ലുകളൊക്കെ ഉണ്ണിത്ത സാറ്. പത്രം, ഫോൺ ബിൽ, മെയിന്റനൻസ് ഫീസ്, അതെല്ലാം നിഖിലിന്റെ നീളയുടെയും സെക്ഷൻ.
ആലോചിക്കാവുന്നതാണ്. കുടുംബത്തിൽ കൂട്ടുത്തരവാദിത്വം ആകുമല്ലോ. നിഖിലൊന്നും പറഞ്ഞില്ലല്ലോ. ഷട്ടയം ചെയ്യാനുണ്ടോ? നീ വന്നേ. അവനിങ്ങനെയാ, ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലും മറുപടി പറയും, പിന്നെ അനുകൂലിക്കും. പണ്ടേ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാ. ഇടയ്ക്ക് നമുക്ക് ഉണ്ണിത്ത സാറിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അച്ഛൻ ആഹാരം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയൊന്നുമില്ല. ഫുഡ് കഴിക്കാനല്ല, ഇതിപ്പോ സാറിന്റെ മകളുടെ സ്ഥാപനമല്ലേ. വല്ലപ്പോഴും വന്ന് ഒരു മേൽനോട്ടം നടത്തുന്നതിൽ എന്താ തെറ്റ്? ഒരു വിസിറ്റ്. ചുമ്മാ ഫ്ലാറ്റിൽ ഇരിക്കല്ലേ, കുറച്ചു സമയം ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ പറയാം. എന്നിട്ട് വേണം ഇവിടെയുള്ള എല്ലാവരോടും ഇനി അച്ഛൻ തട്ടിക്കേറാൻ. അതെ, ഇത് ഹോട്ടലാ. ഇവിടെ ജോലി ചെയ്താ മതി. സൊള്ളണ്ടവര് അങ്ങ് വീട്ടിൽ പോയി സൊള്ളിയാ മതി. ഞാൻ പട്ടാളക്കാരനാ, പട്ടാളക്കാരൻ. പോ. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് അദ്ദേഹത്തെ ഒരു മുൻകോപക്കാരനാക്കിയതാ. ഹീ സ്ട്രേറ്റ് ഫോർവേഡ്. മരുമോന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യമേ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്. എനിക്കെന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ കുടുംബാന്തരീക്ഷം നമ്മുടെ ഫ്ളാറ്റിലൂടെ തിരിച്ചു പിടിക്കണം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗീതെ, ഇന്ന് ചായ വേണ്ട കേട്ടോ. അതിനയാള് ചോദിച്ചില്ലല്ലോ ചായ വേണോന്ന്. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ നമ്മളെ കണ്ടു കഴിഞ്ഞ ഉടനെ ഗീത പ്രത്യക്ഷപ്പെടുന്നത് ചായയായിട്ടായിരിക്കും. അതിനവൾക്കൊരു ന്യായമുണ്ട് മാഡം. രാവിലെ സാറിനും മാഡത്തിനും ഓരോ ചായ കൊടുത്താല് ആ ദിവസത്തിന് ഒരു രാശി ഉണ്ടാവും അത്രേ. വെറുതെ അല്ല, അനുഭവത്തിന്ന് പറയുന്നതാ. യെസ് ജൂലി. നിഖിലിനെ വിളിച്ചു ഞാൻ അലേർട്ട് ആക്കിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നിഖിലിന്റെ ബോഡി ലാംഗ്വേജും മൂഡും ഒക്കെ മാറിയപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. എന്താണ് അവന്റെ നീക്കമെന്ന് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എനിവേസ് ലെറ്റ് us wait and see. ഒരു ഫ്രണ്ടാ വിളിച്ചത്. അതിനെന്താ? എന്റെ ഒരു പെൺസുഹൃത്താ. ആരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നാലും ഭർത്താവിനെ ഒരു സ്ത്രീ വിളിക്കുമ്പോ അത് ആരാണെന്നറിയാൻ ഒരാകാംക്ഷ ഉണ്ടാവില്ലേ? എന്തിനാ ആകാംക്ഷ? വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആളാണെങ്കിലോ? ഏയ് മീര, ഏയ് മീര. തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് സഹിക്കില്ലാതെ. ഞാൻ എന്റെ മീരയോട് വിശ്വാസവഞ്ചന കാണിക്കാനോ? ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്താ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും അത്. കണ്ണീർമണിയിൽ പരിഭവമൊഴികൾ കലരും തളരുമെന്നെഞ്ചിൽ പിടയാ ഒരു ചിരി വീണ്ടും തെളിയും. ഇനി എത്ര ജന്മം